ചേച്ചി സാവിത്രിയോട് പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് പോകാമല്ലോ. പോകാൻ സമയമായില്ല പപ്പ. ഒരാളെ കൂടി എനിക്ക് കാണണം. ചായ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. ചായ കളയുന്ന ഒരു ഐശ്വര്യമാ, മഹാഐശ്വര്യം. അതെ അതെ അതെ, മഹാ ഐശ്വര്യ. എന്തുവാ മാടം കൊച്ചെ പറയാൻ വന്നേ? അല്ല, എനിക്ക് കാർ ഷെഡ് അഡീഷണലായി ഒന്നും കൂടി വേണ്ടി വരും. ഹസ്ബൻഡിന്റെ ഓഫീസ് കാർ ഇടണം, പേഴ്സണൽ കാർ ഇടണം, പിന്നെ എന്റെ കാറും. എന്റെ ദൈവമേ, 3 കാറോ? തൽക്കാലം, പിന്നെ അത് 4 ആവും. ഞാനൊരു കാർ എടുക്കുന്നുണ്ട്. ഈ വീട്ടുമുറ്റത്ത് 4 കാറ് കിടക്കുന്നതേ എനിക്കും ഒരു അന്തസ്സല്ലയോ മാഡം? 4 കാറാവുമ്പോ പെട്രോൾ വരെ വേണ്ടായോ? അത് കൊള്ളാം. അവിടുത്തെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പെട്രോൾ പമ്പ് ഉണ്ട്. എന്റെ ദൈവമേ, എന്നിട്ടാണോ വന്ന കാലയിൽ ഇങ്ങനെ നിക്കുന്നേ? അതും ബാൽക്കണിയില്? ബാൽക്കണിയില് ഒരു ഊഞ്ഞാല് വേണം. നേരെയാണല്ലോ, ഓണം എത്താറായല്ലോ. ഊഞ്ഞാല് നമുക്ക് ആ പുറകിലത്തെ മരത്തേലിടാം, പറമ്പിലെ മാവിലെ. മരത്തിലിടുന്ന ഊഞ്ഞാല് മറ്റു ചിലർക്ക്. അത് ശരി, അപ്പൊ വേറെ ആൾക്കാരുണ്ടല്ലേ, കൊച്ചുങ്ങളായിരിക്കും ഇല്ലയോ? സാവിത്രിയമ്മേ, വീട്ടിനകത്തിരുന്ന ആട്ടുകെട്ടിൽ അത് ഐഡിയേണ്ടത്. ഓ ഓ ഓ ഓ ഓ എനിക്കും ഹസ്ബൻഡിന് വേണ്ടിയാ ഊഞ്ഞാലിടുന്നേ. അപ്പൊ നല്ല ബലം വേണം. 2 പേർക്കും കൂടെ 150 കിലോ കാണത്തില്ലയോ? ഓമനക്കുട്ടാ, എന്തോ? നീ നമ്മുടെ വെൽഡിംഗ് ഓഫീസിൽ പോയി ആരെങ്കിലും ഒന്ന് കൊണ്ടുവരണം. എണീറ്റ് നിന്ന് ചില്ലാട്ടം പറക്കുന്ന രീതിയിൽ ഒരു ഊഞ്ഞാല് കെട്ടണം. ചില്ലാട്ടവും കോലാട്ടവും ഒന്നും വേണ്ട, നല്ല അന്തസ്സുള്ള രീതിയിൽ ഒരെണ്ണം. രാവിലെ എന്റെ ചേട്ടൻ പത്രം വായിക്കുന്നതേ ഇങ്ങനെ ആടി ആടിയാ. രാവിലെ തന്നെ വെള്ളം കുടിക്കുവോ? രാവിലെ തന്നെ ആട്ടം തുടങ്ങുമെന്ന് ചോദിച്ചതാ. അത് ഈ ഊഞ്ഞാലാട്ടമാണ്. എന്താ സാവിത്രിയമ്മ കളിയാക്ക? അയ്യോ, വല്യോച്ചമ്മ ഇങ്ങനെയാ, ശുദ്ധയാ. പക്ഷേ ചോദിക്കുന്നതും പറയുന്നതും അറിയാതെ മണ്ടത്തരമായി പോവും. ടൗണിൽ വന്ന ശേഷമായി ഇങ്ങനെ. വെള്ളത്തിന്റെ ഏതാണ്ട് ദോഷമാണെന്നാ തോന്നുന്നത്. അല്ല, ടൗണിലുള്ള എല്ലാരും ഇങ്ങനെ ആന്നോ? ഇതുപോലെ മണ്ടത്തരം പറയുന്നവര്. അതെന്തിനാ മാടം കൊച്ച ഇങ്ങനെ ഉറക്ക ചോദിക്കുന്നേ? കാത് പുറകോട്ടാന്നോ? എന്താ? അല്ല, കേൾവിക്കുറവുള്ളവര് ഇങ്ങനെ ഉറക്ക സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. മാഡം കൊച്ച ഉറക്ക സംസാരിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞില്ലേ പാവാ. വല്യോച്ചമ്മ അങ്ങനൊന്നും ചോദിക്കരുത്. അപ്പൊ ഞങ്ങള് പറഞ്ഞത് അറിയാലോ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത് ഈ വീട് മോടി പിടിപ്പിക്കണം. പിന്നെ ഞങ്ങളെക്കാളും സ്ഥിതിയിൽ കുറഞ്ഞവര് ഈ വീട്ടുമുറ്റത്തൂടെ കത്രിക്കയും വെണ്ടയ്ക്കയും തൂക്കിക്കൊണ്ട് തേരാ പാരാ നടക്കാൻ പറ്റില്ല. പിന്നെ സെൻട്രലൈസ്ഡ് അയ്യോ, അത് പട്ടുപോയെന്ന് പറഞ്ഞില്ലേ മാഡം? മറ്റേത് അത് വെച്ചുതരാം. പുറത്തല്ലല്ലോ, പെരക്കകത്തല്ലയോ? വെച്ചേരാം. അപ്പോ ഞങ്ങൾ വരുന്ന ദിവസം വിളിച്ചറിയിക്കാം. നമുക്കിറങ്ങാം ചേച്ചി. ഇനി ഇറങ്ങാം. അപ്പൊ സാവിത്രിയമ്മേ പറഞ്ഞതറിയാലോ. 4 കാറ്. 4 കാറ് ഏറ്റു. വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം. അല്ല, മാഡം കൊച്ചു ലേലം വിളിക്കാനൊക്കെ പോയിട്ടുണ്ടോ? 1 തരം 2 തരം എന്നൊക്കെ പറയുന്ന. നീ ഒന്ന് ചലക്കാതെ മിണ്ടാന്നില്ലടാ, ഞാനൊന്ന് ചോദിക്കട്ടെ സംശയങ്ങള്. അല്ല, ഇങ്ങനെ ഒരു കാര്യം 2 പ്രാവശ്യം വിളിച്ചു പോകുന്ന കേട്ടപ്പം എനിക്ക് അങ്ങനെയാ തോന്നിയത്. സത്യമാ കേട്ടോ. കാറിന്റെ കാര്യം ഞാൻ ഏറ്റു. 4 കാർ ഇടണം, അത്രയല്ലേ ഉള്ളൂ. എന്തുവാടാ പട്ടു പോകുന്ന സാധനത്തിന്റെ പേര്? അത് മുറ്റത്ത് വെക്കണ്ടല്ലോ, അത് മാത്രം ഏറ്റു. ചായ കുടിച്ചില്ല? അയ്യോ വേണ്ട. ചായ വേണ്ടേ? എന്നാ നീ കൂടിയടാ. വേണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള മതിലോട് കൂടിയ കെട്ടിടം അതാ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത്തരം കെട്ടിടങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. അയ്യോ സെൻട്രൽ ജയിലുണ്ട്, സെൻട്രൽ ജയില് വലിയ പാവ നാവിന്റെ മണ്ടത്തരവേ അയ്യോ വരും. സിറ്റിയിലെ വെള്ളത്തിൽ അല്ല, കുളിക്കുന്നുണ്ടായിരിക്കും. നിലവാരത്തിൽ കുറഞ്ഞ ആൾക്കാരെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചുറ്റുമതിൽ ഉയർന്നിരിക്കണമെന്ന് പറഞ്ഞത്. ആഹാ. താമസിച്ച് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ പറയും ചില വീടുകൾ മറച്ച് മതിൽ വേണോ വേണ്ടയോ എന്നൊക്കെ. അതെ, ഈ വീട് വിൽക്കൂ. എന്തിനാ? അല്ല, ഞങ്ങളുടെ സെർവൻസ് ക്വാർട്ടേഴ്സ് ആക്കാൻ വേണ്ടിയാ. അയ്യോ അത് ഇവിടെ അടുത്ത് തന്നെ കിട്ടും കേട്ടോ. എന്തോന്ന്? ഇപ്പൊ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞില്ലേ പാവ. ആ അപ്പൊ പറഞ്ഞതുപോലെ. ആ കേറിയാട്ടെ, ശരി, വാടാ. ചേച്ചി കയറി കൊടുക്ക്. കേറിയാ. ഇങ്ങോട്ട്. ആ ആ ഇറങ്ങട്ടെ. ആഹാ, ആ. ആ അയ്യോ. ശരിയാ. ഓ ആ, ആ. അങ്ങനെ അത് ശരിയായി. ആ ഉം. എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ അപ്പൊ ഇറങ്ങി വന്ന് ബഹളം വെക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കൊരല്പം മാന്യതകളുണ്ട്. നരേട്ടന്റെ പൊസിഷൻ ഞാൻ നോക്കണമല്ലോ. അടങ്ങ് ലീലാവതിയോ. ലീലാവതി അടക്കാന്ന് ആരും വിചാരിക്കണ്ട, ആരും. എന്നാലും സൗത്ര ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കരുതിയിരുന്നു അറിയോ? അല്ലേ ചേച്ചി അതിപ്പോ നീ മിണ്ടി പോരുത്, മിണ്ടരുത് നീ. ഇടാ, ഒരാൾക്ക് വീടെടുത്ത് കൊടുക്കുമ്പോ കൊണ്ടുവരുന്നത് ആരെയാന്നൊക്കെ ഒരു അന്വേഷണം നടത്തണം. ആ പിന്നെ സാവിത്രി ചേച്ചി, ഈ 4 കാറൊക്കെ ഇവിടെ നിരത്തിയിട്ട് മാർഗതടസ്സം സൃഷ്ടിച്ചാലുണ്ടല്ലോ, ഞാൻ 4ന്റെ കാറ്റ് ഉരുവിടും, പറഞ്ഞേക്കാം. ആ പിന്നെ സാവിത്രി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വീട് വാങ്ങിക്കുമ്പോൾ ഉള്ള വ്യവസ്ഥകളൊക്കെ അറിയാലോ. അതുപോലെ മതിലുയർത്തില് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും വന്നോട്ടെ, നേരിട്ട് വന്നോട്ടെ. ആ ആ ചേച്ചി, ദേ ഈ ലീലാവിധ മനസ്സ് വിഷമിപ്പിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല, ആരും. എന്താ പ്രശ്നം ഇവിടെ? പിന്നെ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഓമനക്കുട്ട, എന്തോ ഇതിപ്പോ ഇരട്ടി പ്രശ്നമാവോടാ? ഓ എന്തോന്ന് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. വലിയ കൊച്ചമ്മന്റെ ഫീസ് ഞാൻ നട്ടെ. എന്താ? ആ കാശ്. അയ്യോ എന്തൊരു സ്നേഹം, ഇത്ര വേഗം പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നൊരു AC ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഈ വീട് പൊളിച്ചെടുക്കുന്ന എന്തിനാ? കഷ്ടം. നരേട്ടനെ കാണുന്നില്ലല്ലോ. നരേട്ടാ ഇറങ്ങ്, വാ. എത്രയായി? ഓ, 100 രൂപ. വിട്ടെ 100 അര കിലോമീറ്റർ ഓടുന്നതിനോ ഒരു 50 രൂപ വരും. അയ്യോ AC ഇട്ട് ഇവിടം വരെ വന്നതിന് 50 കുലുവയോ? 150 പോരാ, 250 തരണം. ഓഫീസിൽ നിന്ന് ഇതുവരെ വരാൻ 100 രൂപയോ? ലീലാവതി 50 രൂപ പോരെന്ന് നീ കേട്ടില്ലേ? ചേട്ടാ പതുക്കെ. സഹോദര ഒരു 50 രൂപ പോരെ? ഛെ, അതെങ്ങനെയാ? ഇത് മിനിമം ചാർജാണ്. നരേട്ടാ ഒരു 75 രൂപ കൊടുത്തേക്ക്. 75 കുളുവിയാ? അതങ്ങ് കയ്യിലിരിക്കട്ടെ. കിട്ടുകയാണെങ്കിൽ 100 രൂപ കിട്ടണം. ജീവിക്കാൻ സമ്മതിക്കൂലേ അണ്ണ. ഇതാ നരേട്ടാ. നിക്ക്. സാഹചര്യം മോശമായി പോയി. വാ. അയാളോട് 10 പറയണമെന്ന് വിചാരിച്ചതാ, അതിന് സമ്മതിച്ചില്ല. അയ്യോ വേണ്ട, കാശിന് വേണ്ടി തർക്കിക്കുന്നവരാ നമ്മളൊന്നും നാട്ടുകാരെ അറിയണ്ട. അതെന്താ? ഇന്നലെ വരെ 5 പൈസക്ക് വേണ്ടി നീ അതൊക്കെ ഇന്നലെ വരെ. ഇന്ന് സാഹചര്യങ്ങൾ മാറി നരേട്ടാ. ഇനി നമ്മൾ അല്പം ലാവിഷാവണം. ലീലാവതി, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്നെ കൊണ്ട് മണ്ടവേഷം കിട്ടിക്കരുത്. ദേ പോയി ലീലാവതി. ഞാൻ കേക്കണം, ഞാനിത് കേക്കണം. ദാ, ഇത് കണ്ടോ? ലോകത്തുള്ള സകല പൊന്നും പണ്ടവും തരാന്ന് പറഞ്ഞാലും ഈ താലിന്ന് ദേ ഒരു കടുക് മണിക്ക് തരി. ഇനി ദൈവം തമ്പുരാന് പോലും ഞാൻ കൊടുക്കില്ല. ഇതേ എന്റെ ഭർത്താവാ. താലി ദേഹത്ത് കിടക്കുമ്പോ മനസ്സിലും ശരീരത്തിലും ഭർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വെച്ചാ കണവനെ കൺകണ്ട ദൈവം. ആ. കളിയാക്കിയതല്ലേ? ഈ ലീലാവതി കളിയാക്കിയതല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആ, ആ
ഞാനാ ഭർത്താവിന് നിസ്സാര വേഷം കെട്ടിക്കുകയല്ലേ? എന്റെ ഭർത്താവിന്റെ വാല്യൂ എനിക്ക് ഉയർത്തണം. അതിനു വേണ്ടിയാ ഞാൻ ഈ പാടക്കപ്പെടുന്നത്. അവള് ആ സതി ഇന്ന് സാവിത്രി ചേച്ചിയോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ നരേട്ടന്? എന്താ പറഞ്ഞത്? അവളുടെ ഭർത്താവ് AC-യിൽ കഴിയൂ, 5 അടി പോലും നടക്കില്ല. അതെന്താ, കാലില്ലേ? അല്ല, കാലുണ്ട്. അതുപോലെ അവർക്ക് കാറും ഉണ്ട്. അയാളെ കാറിൽ മാത്രമേ സഞ്ചരിക്കൂ. അതുകൊണ്ടാ നരേട്ടനും ടാക്സി പിടിച്ച് തന്നെ വന്നാൽ മതി ഞാൻ പറഞ്ഞത്. അവള് വൈകുന്നേരം വരെ കാണുമെന്ന് ഞാൻ കരുതി, പക്ഷെ പൊക്കിളഞ്ഞു നരേട്ടാ. എന്നാലെന്താ, ടാക്സിയിൽ വന്ന് നമുക്ക് ശീലിച്ചു തുടങ്ങാലോ. മിനിമം ചാർജ്, മീറ്റർ റേറ്റ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാലോ, അല്ലേ നരേട്ടാ? പോയി കണ്ട പോയി. ഈശ്വര, ഇതൊക്കെ കാണാൻ ഞാൻ